4 പതിറ്റാണ്ടായി സൂക്ഷിച്ച വൈരാഗ്യത്തെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം. തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക, മർദ്ദനമേറ്റ മൊയ്തീൻ കോയയ്ക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മർദ്ദിച്ചയാൾക്കെതിരെ നിസ്സാര വകുപ്പിലാണ് പോലീസ് ചുമത്തിയതെന്നും ആക്ഷേപം പരക്കിയുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളിയായ 72-കാരൻ മൊയ്തീൻ കോയയെ പൂർവ്വവൈരാഗ്യത്തെ തുടർന്ന് അബ്ദുൽ അസീസ് എന്ന വ്യക്തി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. സംഭവത്തിൽ താമരശ്ശേരി പഞ്ചായത്ത് ഇടപെടാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. മൊയ്തീൻ കോയയ്ക്ക് നീതി ലഭ്യമാക്കുക, പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പഞ്ചായത്ത് ഇടപെടുക, നിസ്സാര വകുപ്പ് ചുമത്തിയ പോലീസ് നടപടി തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിക്രൂരമായ രൂപത്തിലേക്കാണ്, കൈകൊണ്ടൊന്നും അടിച്ച്, കൈകൊണ്ടല്ല, ആയുധം ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ, ഇരുമ്പ് വടി ഉപയോഗിച്ചാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ശരിപ്പെടുത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തൊഴിലുടമ അസീസ് എന്ന് പറയുന്ന ഒരു തൊഴിലുടമ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. 41 വർഷം മുമ്പ് നടന്ന അതിർത്തി തർക്കത്തെ ചൊല്ലിയാണ് തൊഴിലുറപ്പ് ജോലിക്കെത്തിയ മൊയ്തീൻ കോയയെ അബ്ദുൽ അസീസ് മർദ്ദിച്ചത്. ചികിത്സയിൽ കഴിയുന്ന മൊയ്തീൻ കോയ നൽകിയ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.